ഗൈസ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു മൈ ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ്. ഇന്ന് ഞാൻ മമ്മനെ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഞാനാണ് വ്ളോഗ് എടുക്കുന്നത്. ഇത് കണ്ടോ, മമ്മ ഞാൻ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തോരം കഷ്ടപ്പെട്ടിട്ടാണ് ആ തലക്കിന് മൊത്തം വെച്ചിരിക്കുന്നത്. ഞാനാണെങ്കിലോ അത് മൊത്തം എടുത്ത് മാറ്റിയിട്ട് വേണമെന്ന് വെച്ചാൽ ഞാൻ താഴത്തേക്ക് വീണോളും. അതിൻ്റെ മുമ്പ് മമ്മ വന്ന് കുഴപ്പമില്ല. ഇനി മമ്മ തന്നിട്ടാണ് എൻ്റെ പുതപ്പൊക്കെ എടുത്ത് മാറ്റുന്നത്. എന്നാൽ ഓരോ പുതപ്പെടുക്കാം. അപ്പോൾ അതും സമ്മതിക്കൂല. എന്താ ചെയ്യുക, മമ്മ എന്താ ഇങ്ങനെ. എന്തായാലും എൻ്റെ ഡേ ഇൻ മൈ ലൈഫിലോട്ട് കിടക്കാം ഗൈസ്. മമ്മ ആദ്യം തന്നെ എന്നെ ഈ ഒരു വണ്ടിയിലാണ്ട് ഇരുത്തും. എന്നിട്ട് മമ്മ ഞാൻ കേട്ടെടുത്ത് ബെഡൊക്കെ റെഡി ആക്കിയിട്ടോ. ഗുഡ് ഗേൾ. ഇനി മമ്മ എന്തിനാ എന്നെ ഇരുത്തിക്കണമെന്നറിയോ? എൻ്റെ മുഖമൊക്കെ കേകി തരാൻ വേണ്ടിയിട്ടാണ് ഗൈസ്. പല്ലില്ലാത്തതുകൊണ്ട് പല്ല് തേച്ച് തരൂല. എനിക്കാണെങ്കിലോ ഈ വെള്ളം മൂത്താക്കുന്നത് ഇഷ്ടമേ അല്ല. എന്തൊരു തണുപ്പാണെന്നറിയോ? ഇവിടെ എനിക്ക് ഭയങ്കര തണുപ്പാണ് ഗൈസ്. അതിൻ്റെ പുറമെ ആ തണുപ്പ് വെള്ളം എൻ്റെ മൂത്താക്കുമ്പോൾ എനിക്കും ഇഷ്ടപ്പെടുമോ? നീ ദേ വന്നു അടുത്തതും കൊണ്ട്. നീ തോർത്തുന്നതും എനിക്കിഷ്ടമല്ല. ഞാൻ വെള്ളം അവിടെ കടന്നോട്ടെന്ന് വെക്കണം. അല്ലാതെ ഈ ഒരു തോർത്തും വെച്ചിൻ്റെ മുഖം ഇങ്ങനെ വൃത്തികേടാക്കാൻ എനിക്ക് വേദനിക്കൂലേ? ഞാൻ കുഞ്ഞു കുട്ടിയല്ലേ. ഈ മമ്മനെ നോക്കിയേക്കാം എന്താ പിന്നെ ചെയ്തതെന്ന് ചോദിച്ചിട്ട്. ഇനിയിപ്പോൾ എന്താ പരിപാടി എന്നിപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്. ഇപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത്? കരയണോ? ഇനി മമ്മ എടുക്കാനിട്ട് എന്തെങ്കിലും കാട്ടണോ? ഒച്ചിടണോ? എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല. ഇപ്പം എണീറ്റിട്ടല്ലേ ഉള്ളൂ. ഇപ്പം തന്നെ എനിക്ക് കരയാനും ആവില്ല. എന്തായാലും ഒന്ന് ചിരിച്ചു കൊടുത്തേക്കാം മമ്മക്ക്. ഈ മമ്മ അതെങ്ങോട്ടാണ് അവനെ കൊണ്ടുപോകണത്? അതിൻ്റെ ഇടയിൽ ഇതാ മമ്മ എൻ്റെ ഒരു ടോയ് കാണിച്ചിരുന്നു. ഞാൻ നിലത്തേക്ക് ഇട്ടതാണ്. മമ്മനോട് പറഞ്ഞിട്ടില്ല. പറഞ്ഞാൽ ചീത്തിട്ടു. ഞാൻ അറിയാത്ത പോലെ നിന്ന്. ഇനി മമ്മ എന്നെ ഇവിടെ നിർത്തിയിട്ട് മമ്മ കിച്ചണിക്ക് പോയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി പോയതാണ്. മാമ തിന്നണ്ടേ? ഞാൻ എണീറ്റല്ലേ, മാമ തിന്നൊക്കെ വേണ്ടേ? രായിയാണ് തോന്നുന്നു മമ്മ ഉണ്ടാക്കിയിരിക്കുന്നത്. എൻ്റെ മമ്മ എൻ്റെ അടുത്ത് വന്നൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മമ്മ എൻ്റെ ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവന്നിരിക്കണം കേട്ടോ. ഈ കുപ്പിയിലാക്കിയിട്ടാണ് മമ്മ എനിക്ക് തരിക. പാത്രത്തിലും സ്പൂണൊക്കെ വെച്ചിട്ട് ഞാൻ കഴിക്കൂല കൈസ്. ഇതന്നെ മമ്മ എനിക്ക് വായിലോട്ട് കുത്തി തിരികെ തരാറാണ്. പിന്നെ എനിക്ക് ഫുഡ് കഴിക്കുമ്പോൾ മമ്മ തരുന്ന കളിപ്പാട്ടങ്ങളാണ് കേട്ടോ. ഇത് ബിസ്ക്കറ്റും ജീരകത്തിൻ്റെ കുപ്പിയൊക്കെ അതൊക്കെ എനിക്ക് മമ്മ തരിക. ഇനി ഞാനങ്ങോട്ട് വികൃതി കാട്ടിൽ തുടങ്ങും. ഞാനങ്ങോട്ട് കരയും. എന്തൊക്കെയാണ് ചെയ്യാമെന്ന് എനിക്ക് തന്നെ അറിയില്ല കൈസ്. എനിക്ക് ഫുഡ് കഴിക്കുന്ന ഇഷ്ടമല്ല. എനിക്ക് പാല് മാത്രം കുടിക്കുന്നതാണ് ഇഷ്ടം കൈസ്. ഇതൊന്നും എനിക്ക് പറ്റൂല. എന്താണെന്നറിയില്ല. അങ്ങനെ 1 eternity ലേറ്ററിന് ശേഷം ദാ എൻ്റെ മുഖം കണ്ടില്ലേ, ഏകദേശം ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞു കൈസ്. മമ്മൻ്റെ ഒരു പരാക്രമണത്തിന് ശേഷം ദാ ഞാൻ ഒക്കെ കേകി വന്ന് സുന്ദരി കുട്ടപ്പിയായിട്ടുണ്ട്. കുളിച്ചിട്ടില്ല കേട്ടോ. എൻ്റെ മുഖത്തൊക്കെ ഒന്ന് കഴുകി തന്നിട്ടുള്ളൂ മമ്മ. കുളി കുറച്ച് നേരം കഴിഞ്ഞിട്ടായിരിക്കും ഞങ്ങൾ ചെയ്യട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് മമ്മ കുറച്ച് നേരം പഠിക്കാനിരിക്കും കേട്ടോ. അപ്പോൾ ഞാനും മമ്മൻ്റെ കൂടെ ഇരിക്കും. എന്നിട്ട് മമ്മനെ ഇങ്ങനെ തൊയ്ര്യം കിടത്തു കേട്ടോ. മമ്മൻ്റെ ലാപ്ടോപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോകും. മമ്മ എനിക്ക് കുറേ കളിപ്പാട്ടങ്ങൾ തരും. പക്ഷേ എനിക്ക് മമ്മൻ്റെ ലാപ്ടോപ്പാണ് ഇഷ്ടം. മമ്മ ഞാൻ പഠിക്കാൻ സമ്മതിക്കൂല. ഈ എല്ലാവരും എൻ്റെ ക്യൂട്ട്നെസ് കുറച്ച് നേരം കണ്ടോളിട്ടാ. ഇനി നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കുളിയാണ് ഗൈസ്. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ് കുളിക്കൽ. കുളിക്കാൻ തുടങ്ങിയ ഞാൻ കാര്യം മമ്മ എന്നെ കുളിപ്പിക്കാനുള്ള സെറ്റപ്പൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ബാത്റൂമിൻ്റെ ഭംഗിയൊന്നും നോക്കേണ്ട, അതെന്തോ കറ പിടിച്ചാണ് ഗൈസ്. ഞങ്ങൾ മുമ്പ് താമസിച്ചവർ അങ്ങനെ ചെയ്തിട്ട് പോയതാണ്. അപ്പോൾ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടോ. ഞാൻ ഈ ബെഡിൽ മൂത്ര വെച്ചിരുന്നു ഗൈസ്. അതാണ് മമ്മ കാണിച്ചു തരുന്നത് കേട്ടോ. അതൊക്കെ ഇപ്പം എനിക്ക് ഇത്ര സില്ലി കേസാണ്. അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി. എനിക്ക് ഡ്രസ്സ് മാറ്റിയാലും കുറച്ച് വരും. അങ്ങനെ ഞാൻ പാലൊക്കെ കുടിച്ചിട്ട് തൊട്ടിയിൽ കിടന്നു കേട്ടോ. ഇനി ഒരു ഉറങ്ങാൻ അരമണിക്കൂറൊക്കെ ഞാൻ ഉറങ്ങുള്ളൂ. അത്രയും നേരമൊക്കെ മമ്മ ഒറ്റയ്ക്ക് ഇരുന്നാൽ മതി. അങ്ങനെ ഉറങ്ങിയിട്ടോ. ഇനി ഉറങ്ങി എണീറ്റിട്ട് വരാം ഗൈസ്. അങ്ങനെ ഉറങ്ങിയൊക്കെ എണീറ്റ് കേട്ടോ. ഇനി ഒന്ന് ഫ്രഷ് ആവണമെന്നുണ്ടെങ്കിൽ പാലൊക്കെ കുടിച്ചേരും. അതിൻ്റെ മുമ്പ് ഞാൻ ഒന്ന് എണീക്കാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് എണീക്കാനായിട്ട് കഴിയുന്നില്ല ഗൈസ്. അങ്ങോട്ട് റെഡി ആവേക്കാറില്ല. അങ്ങനെ പാലൊക്കെ കുടിച്ച് ഫുൾ എനർജി ആയിട്ടോ ഗൈസ്. ഇനി എൻ്റെ പ്ലേ ടൈം ആണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടോയ് എന്ന് പറയുന്നത് ഈ ഏസിൻ്റെ റിമോട്ടാണ് കേട്ടോ. വേറെ ഒന്നും എനിക്കിഷ്ടമല്ല. ഞാൻ ഈ മമ്മക്കൊന്നൊരു ഹായ് ഒക്കെ കൊടുത്തേക്കട്ടോ. ഹായ് മമ്മ കേട്ടോ. എൻ്റെ വ്ളോഗിൻ്റെ ക്യാമറ ഗേള് അവിടെ മമ്മൻ്റെ ലാപ്ടോപ്പ് ഇരിക്കുന്നുണ്ട്. എനിക്കൊരു സമാധാനമില്ല ഗൈസ്. അതെനിക്ക് കിട്ടാനിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കണം. അതെനിക്ക് കിട്ടാനായിട്ട് ഒരു സമാധാനമില്ല. അതെങ്ങനെയും എനിക്കത് ഒപ്പിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ പെടാണ്. മമ്മ എന്നിട്ട് താഴെ എൻ്റെ കാർപ്പറ്റൊക്കെ വെച്ചിട്ടോ. എനിക്ക് കളിക്കാൻ വേണ്ടിയിട്ട് അവർ വാങ്ങിച്ചു തന്ന കാർപ്പറ്റാട്ടോ. ഞങ്ങളിവിടെ താഴെ വെച്ചിട്ടുള്ള കാർപ്പറ്റിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഉണ്ടാവും വിചാരിച്ചിട്ട് എന്നെ ഇരുത്താൻ വേണ്ടിയിട്ട് മമ്മ പുതിയൊരു കാർപ്പറ്റ് മേടിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് യെല്ലോ കാർപ്പറ്റാണ് കേട്ടോ. അത് എൻ്റെ ടോയ്സൊക്കെ മമ്മ ഒരു കവറിലാണ് കെട്ടി വെക്കാറ്. എന്നാലും എനിക്ക് സുഖമായിട്ട് എടുത്ത് തരാമല്ലോ. അതിൻ്റെ ഇടയിൽ ഞാൻ മൂത്രമൊഴിച്ചതൊക്കെ മമ്മ മാറ്റിയാണ്ട് അടിപൊളിയാക്കിയിട്ടുണ്ട്, റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് അടുത്ത മൂത്രം ഒഴിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അത്രയും കളിപ്പാട്ടങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും ഈ കാർപ്പറ്റും പൊക്കിയിട്ട് അതിൻ്റെ അടിയിലെ ചുവപ്പ് കാർപ്പറ്റിൽ എന്തെങ്കിലും ഉണ്ടോ തപ്പലാണ് എൻ്റെ പണി. അത് വേറെ തന്നെ രസമാണ്. അത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ. അതിങ്ങനെ വയലിട്ട് കളിക്കാൻ
എന്താ രസം. അതിനുശേഷം ഞാൻ എൻ്റെ ഇമ്മമാക്കൊക്കെ ഒന്ന് വിളിച്ചു കേട്ടോ നാട്ടിൽ. അതെന്ത് ഞാൻ എൻ്റെ കുറച്ച് ഗോഷ്ടികളൊക്കെ കാണിച്ച് അവരൊന്ന് എൻ്റർടൈൻമെൻറ്റ് ചെയ്യിക്കാൻ വിചാരിച്ചു. അങ്ങനെ വൈകുന്നേരമായി ഗൈസ്, പപ്പയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം മമ്മ എനിക്ക് ക്യാരറ്റും ആപ്പിളൊക്കെ ഇട്ട് കണ്ടുള്ള ഒരു പ്യൂരി ഉണ്ടാക്കി തന്നു ഗൈസ്. അതാണ് എനിക്ക് ഇഷ്ടം തന്നെ. മമ്മ എന്നെ വിടുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ ഒറ്റ കഴിച്ചോളാന്ന് പറഞ്ഞിട്ട് മമ്മൻ്റെ ഇരുന്ന് വാങ്ങിട്ടോ. പക്ഷെ മമ്മ തന്നില്ല ഗൈസ്. അതിനുശേഷം ഞങ്ങൾ പുറത്ത് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. നൈറ്റാണ് എപ്പോഴും വരെ എന്നെ പുറത്ത് കൊണ്ടുപോകല്. പകൽ ഞാൻ കാണാറെന്നല്ല പുറം ലോകം. എന്തായാലും അവർ നല്ല അടിപൊളി ഡ്രസ്സൊക്കെ കിട്ടാൻ നിൽക്കുന്നത് ഗൈസ്. ഇവിടെ വിൻ്റർ തുടങ്ങിയിരിക്കണം. അപ്പോൾ നല്ല തണുപ്പാണ് പുറത്ത്. അപ്പോൾ പിന്നെ എല്ലാത്തിലും മൂടി കെട്ടിക്കാനാണ് ഇവർ പുറത്തേക്ക് ഇറങ്ങുക. എനിക്കാണെങ്കിൽ ആ തൊപ്പി വെക്കുന്നത് ഇഷ്ടം തന്നെയല്ല. എനിക്ക് എൻ്റെ മുട്ടത്തിൽ എല്ലാവരും കാണണം, എന്നാലും എനിക്കത് സന്തോഷമാവുള്ളൂ. അതിൻ്റെ അടിയിൽ അതാ പപ്പൻ്റെ ഒരു സ്നേഹപ്രകടനം. അങ്ങനെ പപ്പ എന്നെ എടുത്തിട്ട് ഞങ്ങൾ താഴേക്ക് പോവാട്ടോ. ഇതാണ് ഞങ്ങൾ മേലെന്ന് താഴത്തേക്ക് ഇറങ്ങുന്ന വഴി. ഞങ്ങൾ കോണിയൊക്കെ ഉണ്ടത്. അങ്ങനെ പപ്പൻ്റെ കാർ എത്തിട്ടോ. കാറിൽ കയറിയാണ്ട് ഞങ്ങൾ മെസ്സിനെ കൊണ്ടുപോയില്ലേ? ഡ്രൈവർ പ്രോ മാക്സ്. പിന്നെ ഗൈസ് ഞാൻ ചോദിക്കാൻ പറഞ്ഞു, എങ്ങനെയുണ്ട് ഗൈസ് എൻ്റെ ഔട്ട്ഫിറ്റ്? അടിപൊളിയല്ലേ? എനിക്ക് നല്ല ഇഷ്ടമായിട്ട് എന്നെ കാണാൻ സുന്ദരി ആയിട്ടില്ലേ? അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് എങ്ങോട്ടാണ് പോണേന്നറിയോ? എനിക്ക് സോപ്പ് വാങ്ങാനാണ് ഗൈസ്. എൻ്റെ സോപ്പൊക്കെ കഴിഞ്ഞിരിക്കണ്. എനിക്കാണെങ്കിൽ നല്ല കോസ്റ്റ്ലി സോപ്പാണ് ഇഷ്ടം. ഞങ്ങൾ എന്തായാലും ഒരു ഫാർമസി കയറിട്ടോ. സെബാമെറ്റിൻ്റെ സോപ്പാണ് ഞാൻ യൂസ് ചെയ്യാറ്. അപ്പോൾ അതൊന്ന് വാങ്ങിച്ചിട്ടോ. അതിനെന്താ വില എന്നറിയോ? എന്തായാലും അത് വാങ്ങിക്കാൻ നിവർത്തിയില്ലല്ലോ, ഞാനെല്ലാവരുടെ എല്ലാം. അപ്പോൾ എനിക്ക് വേണ്ടിയല്ലോ ഒരു വാങ്ങി തന്നത്. അങ്ങനെ സോപ്പൊക്കെ വാങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ പോയത് 23 റിയാൽ കടിക്കാണ് ഗൈസ് എടുത്ത്. എനിക്കൊരു തണുപ്പിനിടാനുള്ള ഒരു ഡ്രസ്സും കൂടി വേണം. എനിക്ക് അത് 2 ഡ്രസ്സുള്ളൂ. അതൊന്നും പോലെ ഗൈസ്. ഞാനിങ്ങനെ മൂത്രം വെച്ചിട്ട് അത് പിന്നെ ഉണങ്ങൂല. പിന്നെ തണുപ്പല്ലേ, അപ്പോൾ വെയിലും കൂടിയില്ല, അപ്പോൾ ഉണങ്ങുന്നില്ല. മമ്മ എനിക്ക് നല്ല നല്ല ഡ്രസ്സുകൾ നോക്കുന്നുണ്ട് കേട്ടോ. എനിക്കും മമ്മക്കുമായിട്ട് ഒന്നുമായിട്ട് ഇഷ്ടമാവുന്നില്ല. പിന്നെ പപ്പ എന്തോന്ന് എടുത്തു കൊണ്ടുവന്നു. ഇത് ഇടാന്ന് വിചാരിച്ചിട്ടോ. ഇത് എനിക്കും വലിയ കുഴപ്പമുണ്ടായില്ല, മമ്മക്കും ഇഷ്ടമായിട്ടോ. അപ്പോൾ ഇതന്നെ ഞങ്ങൾ എടുത്തുട്ടോ. ഇനി ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോകാൻ കേട്ടോ. അതിൻ്റെ അടിയിൽ ഇത് ഒത്തയത്തേക്കൊന്ന് പോകുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ ഒന്ന് മേടിക്കാൻ വേണ്ടിയിട്ട്. എന്ത് മേടിക്കാനാണ്? എനിക്ക് ഫുഡ് മേടിക്കാൻ തന്നെ പോകുന്നത്. മമ്മ പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടെ ചോക്ലേറ്റിൻ്റെ സെക്ഷനിലെത്തി. മമ്മക്കൊരു ഉൾവലിവ്, ഞാനും പപ്പ അത് മുളയിലേന്നുള്ളി. അങ്ങനെ ഞങ്ങൾ ഫൈനലി റൂമിലേക്ക് എത്തിയിട്ടോ. ഞാൻ എൻ്റെ കാർപ്പറ്റിലോട്ട് കയറി. ഇതാണ് എൻ്റെ പുതിയ ഐറ്റം. എനിക്ക് മുട്ടൊന്നും കുത്തുന്ന ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ നീന്തി പോവാണ് ഗേസ്. അപ്പോൾ നീന്തൽ മത്സരത്തിൽ ഫസ്റ്റ് കിട്ടിയ കാര്യം കിടക്കുന്നു. എനിക്ക് മമ്മിയും പപ്പയും വാങ്ങിച്ചെന്ന ഡ്രസ്സ് എനിക്ക് കൊള്ളുന്നില്ല ഗൈസ്. കയ്യോ കയറിയാണ് താഴത്ത് കയറി കൊള്ളുന്നില്ല. എന്തായാലും ഞാൻ മാറ്റിക്കണം. അതിൻ്റെ അടുത്ത് മമ്മ എൻ്റെ എല്ലാ ടോയ്സുമായിട്ട് കവറിൽ തന്നെ ആക്കുന്നു. ഉറങ്ങാൻ സമയമായി തോന്നുന്നു. എനിക്കാണെങ്കിൽ ഉറങ്ങാനായിട്ടുമില്ല. എനിക്ക് ഞാൻ കളിക്ക് തുടങ്ങിയിട്ടുള്ളൂ. ഇതുവരെ പുറത്ത് പോയി വന്നതാണ്. ഇപ്പോഴാണ് കളിക്കാൻ നിൽക്കുന്നത്. എന്തായാലും മമ്മേനെ ഉറക്കാൻ നിൽക്കാന്ന് തോന്നുന്നു. എനിക്ക് സോക്സൊക്കെ ഇട്ട് തന്ന് ഇന്ന് എല്ലാ സെറ്റിങ്ങിൻ്റെ പമ്പേഴ്സൊക്കെ മാറ്റി തന്ന് മമ്മേനെ റെഡിയാക്കിയിട്ട് പപ്പ അവിടെ അപ്പത്തിന് ഉറങ്ങാൻ കിടന്നിക്കും. ഞാനും മമ്മയാണ് ഉറങ്ങാനുള്ളത്. എസിൻ്റെ റിമോട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അടുത്ത ഇഷ്ടമുള്ള ഏറ്റവും ഇഷ്ടമുള്ള സാധനം എന്ന് പറയുന്നത് മമ്മൻ്റെ ഈ വിക്സിൻ്റെ ഇൻഹേലർ ആട്ടോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇഷ്ടം. മമ്മ എന്നെ പുതപ്പിച്ചൊക്കെ തന്നുകാണ്ട് ഇന്നെ ഉറക്കാൻ കിടത്തിട്ടോ. എനിക്കാണെങ്കിൽ ഈ പുതക്കുന്ന ഇഷ്ടം തന്നെയല്ല. എനിക്ക് ആ പുതപ്പ് വായിലിടാനാണ് ഇഷ്ടം ഗൈസ്. പുതപ്പൊക്കെ ഒന്ന് മേത്തുനിന്ന് എടുത്ത് വലിച്ച് മാറ്റിയാലേ എനിക്കാണ്ട് ഉറക്കാൻ വരുള്ളൂ. എന്തായാലും മമ്മ എന്നെ ഉറക്കാൻ കിടത്തിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ദിവസം പോകുന്നത്. നിങ്ങൾക്ക് എൻ്റെ ഡൈമണ്ട് ലൈഫ് ഇഷ്ടമായി പറയണം കേട്ടോ. ഇനി വേണമെന്നുണ്ടെങ്കിൽ അതും പറയണം കേട്ടോ ഗൈസ്. അപ്പോൾ ഗുഡ് നൈറ്റ്, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ആൻഡ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.